വെള്ളയിൽ ഹാർബറിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികളാണ് നിരോധിത ഡബിൾ നെറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന സംഘത്തെ കണ്ടെത്തുകയും അത് ആ ഡബിൾ നെറ്റ് അവർ പിടിച്ചെടുത്ത് കരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയായ അഷ്റഫ് നമുക്കിപ്പോൾ ഉണ്ട്. ഇത് നിരോധിത ഡബിൾ നെറ്റ് ആണല്ലോ ഉപയോഗിക്കുന്നത്, അത് എത്രമാത്രം ഗുരുതരമാണ് ആ പ്രശ്നം? ഗുരുതരമാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു വലാണിത്. അതിനെ നിരോധിച്ച വല നിയമവിരുദ്ധമായിട്ട് അവർ പണിയെടുക്കണേ. പക്ഷേ നമ്മൾ ഓലായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാതെ നമ്മൾ ആ സാധനം കൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ കണ്ട് അതിനടിസ്ഥാനത്തിൽ നിങ്ങൾ അധികാരികളെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിനാണ് ഇത് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥർ ഒത്താശയോ അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? അവർ പരിശോധിക്കേണ്ടതല്ലേ? ഉദ്യോഗസ്ഥന്മാരെ ഒത്താശ ഇല്ലാതെ ഇതിപ്പം മുന്നോട്ട് കൊണ്ടുപോകുമോ? ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ വെച്ചിട്ടല്ലേ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓല് അതിന് അനുകൂലമായിട്ടല്ലേ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അതൊന്നും അതിൻ്റെ വേപ്പൂർ DDO പിന്നെ വട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ വല സെറ്റ് ചെയ്ത് കൊണ്ടുപോകണേ. അപ്പോൾ പിന്നെ അത് സംശയിക്കാൻ വകയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ സമരവും മറ്റു കാര്യങ്ങളൊന്നും 9 തീയതി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടറിയിലേക്ക് മാർച്ചും തരണേ, കലക്ട്രേറ്റിലേക്ക്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏതായാലും ഈ ഡബിൾ നെറ്റ് ഉപയോഗിച്ച് മത്സ്യം പിടിക്കരുത് എന്നാണ് നിയമം. പക്ഷേ അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്നുമാണ് ഇവർ പറയുന്നത്. 29-ാം തീയതി കലക്ട്രേറ്റിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിച്ചിട്ടുമുണ്ട്.